എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്നലെ 24/2/2025 നടത്തിയ ICDS സൂപ്പർവൈസർ തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലാഹോർ. താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. ചന്ദ്രഗുപ്തൻ 1, ശ്രീഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2, സമുദ്രഗുപ്തൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 2, 1, 4, 3. ശ്രീഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. തിമൂറിൻ്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം. ഓപ്ഷൻ സി 1398. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിൻ്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതുക. ബഹദൂർ ഷാ 2, കുൻവർ സിംഗ്, നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി, ആറ, ഗ്വാളിയോർ, ഡൽഹി, കാൺപൂർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 1, 3. ബഹദൂർ ഷാ 2, ഡൽഹി 2, 1. കുൻവർ സിംഗ്, ആറ 3, 4. നാനാ സാഹിബ്, കാൺപൂർ 4, 2. റാണി ലക്ഷ്മിബായി, ഗ്വാളിയർ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. ഓപ്ഷൻ ബി 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, രാമപുരത്ത് വാര്യർ, ചെറുശ്ശേരി. ഓപ്ഷൻ എ ആണ് ഉത്തരം, കുഞ്ചൻ നമ്പ്യാർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. ഓപ്ഷൻ സി മനു ഭാക്കർ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 4. വർണ്ണരാജി, എം ലീലാവതി 2, 3. സഫലമീ യാത്ര, NN കക്കാട് 3, 1. ശ്യാമമാധവം, പ്രഭാവർമ്മ 4, 2. മധുരം നിന്റെ ജീവിതം, KP അപ്പൻ. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി മിതോഷ്ണ പ്രദേശങ്ങൾ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ എ
ശിലാമണ്ഡലം. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? ഓപ്ഷൻ സി പ്രസ്താവന രീതി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ഓപ്ഷൻ ബി നബാർഡ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ എ KN രാജ്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഓപ്ഷൻ ബി സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ ഡി. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ സി 9ാം പഞ്ചവത്സര പദ്ധതി. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 91ാമത് ഭരണഘടനാ ഭേദഗതി. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ ഡി രാഷ്ട്രപതിക്ക്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻ ഡി കുവൈറ്റ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത്? ഓപ്ഷൻ ബി 3ഉം 2ഉം മാത്രം. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്ത്? ഓപ്ഷൻ ബി എസ് സുരേഷ് കുമാർ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര?
ഓപ്ഷൻ ബി 100 ദിവസം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി KSEB. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേയുള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ലിങ്ക്ഡ്ഇൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ സി ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി എ ആൻഡ് ബി ഉത്തരമായി എടുക്കാവുന്നതാണ്. ഓരോ പൊതു അധികാരത്തിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന് വിവരാവകാശത്തിൻ്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതുഅധികാരങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിന്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ സി സ്വയം കുറ്റപ്പെടുത്തൽ. മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ സി മേൽപ്പറഞ്ഞ എയും ബിയും ഉത്തരമായി സ്വീകരിക്കാം. വയോജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കുക. ഏതെല്ലാം അവകാശങ്ങളാണ് അതിക്രമങ്ങളിൽ നിന്നും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 എടുത്തു പറയുന്നത്? ഓപ്ഷൻ സി S85 ആൻഡ് S86 ഭാരതീയ ന്യായ സംഹിതയിലൂടെ പരാതി സമർപ്പിക്കാവുന്നതാണ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിന് പോക്സോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത്? ഓപ്ഷൻ ബി കുറഞ്ഞത് 3 വർഷം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT തയ്യാറാക്കിയ കൈപ്പുസ്തകം? ഓപ്ഷൻ എ കളിപ്പാട്ടം. ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത്? ഓപ്ഷൻ എ ആശയവാദം. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം? ഓപ്ഷൻ ബി കണ്ടല ലഹള. കിൻഡർഗാർട്ടൻ ലോകത്തിന് സംഭാവന ചെയ്തത്? ഓപ്ഷൻ ഡി ഫ്രോബെൽ. പ്രകൃതി എന്ന അദൃശ്യയായ അധ്യാപികയ്ക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണം എന്ന് പ്രസ്താവിച്ചത്? ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്? ഓപ്ഷൻ സി
ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ എ സ്ഥിരത. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല. ഓപ്ഷൻ ഡി എറണാകുളം. പക്വ വ്യക്തിത്വം മെച്വേർഡ് പേഴ്സണാലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓപ്ഷൻ ബി GW ആൽപോർട്ട്. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുള്ള മാർഗം. ഓപ്ഷൻ സി സാമൂഹ്യ ബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയായ ക്രിയാ ഗവേഷണ ആക്ഷൻ റിസർച്ചിൻ്റെ ആവിഷ്കർത്താവ്. ഓപ്ഷൻ ഡി സ്റ്റീഫൻ M. കോറി. പിയാഷെയുടെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഭാഷ വികസിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഹോപ്പ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ഓപ്ഷൻ എ 1961. പുളിക്കുന്ന മുന്തിരി ശൈലി താഴെ പറയുന്നവയിൽ ഏത് സമായോജന ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി യുക്തീകരണം, റേഷണലൈസേഷൻ. WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി ബഹുമുഖ ബുദ്ധി. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം സൗജന്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം 6-നും 14-നും ഇടയിലുള്ള എല്ലാവർക്കും നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD. കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങൾക്കും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി. ഓപ്ഷൻ ബി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത്? ഓപ്ഷൻ സി വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളുക. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ചെങ്കണ്ണ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി. ഓപ്ഷൻ എ സർഗവസന്തം. താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ഡയബറ്റിസ്. കേരള സംസ്ഥാന സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി ശുപാർശ ചെയ്യുന്ന 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് നിരക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ലോവർ എൻഡ് ഓഫ് BMI 14.3, അപ്പർ എൻഡ് ഓഫ് BMI 21. ഹൊവാർഡ് ഗാർഡനർ അവതരിപ്പിച്ച ബഹുമുഖ ബുദ്ധിയിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി സാംസ്കാരികപരമായ ബുദ്ധി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 2 മുതൽ 7 വയസ്സ് വരെയാണ്
ഫൗണ്ടേഷൻ സ്റ്റേജ് ആയി കണക്കാക്കുന്നത്. കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന വാക്സിനേഷനുകളെക്കുറിച്ചുള്ള പട്ടിക ചുവടെ ചേർക്കുന്നു. ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ AEBF ശരിയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാൻ ഡിഫ്തീരിയ കുഞ്ഞ് ജനിച്ച് 2-ാം മാസം മുതൽ 6 വയസ്സ് വരെ. ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെക്കുറിച്ച് പരാതി നൽകാൻ നമ്മെ സഹായിക്കുന്ന വെബ്സൈറ്റ് ഏതാണ്? ഓപ്ഷൻ സി www.fssai.gov.in. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പോഷകസമൃദ്ധമായ ഭക്ഷണം. ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത്? ഓപ്ഷൻ ബി നിശാന്തത. ECCE ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം? ഓപ്ഷൻ സി അങ്കണവാടികൾ. ADHD പൂർണ്ണരൂപം? ഓപ്ഷൻ ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ ദീർഘകാലത്തെ പഠന തെളിവുകളുടെ ശേഖരം? ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പരിപാടി? ഓപ്ഷൻ ബി പ്രശിക്ഷ. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന? ഓപ്ഷൻ എ യുനിസെഫ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്തത്? ഓപ്ഷൻ ഡി ധനസമ്പാദനം. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി ജൂലൈ 11. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏതു രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് കടപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫിൻലൻഡ്. താഴെ പറയുന്നവയിൽ വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ജാതി പരിഗണന കൂടാതെ ഏവർക്കും വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ ഘടന 10+2+3 എന്ന പഠന സംവിധാനം ആദ്യമായി നിർദ്ദേശിച്ചത്? ഓപ്ഷൻ ബി ദേശീയ വിദ്യാഭ്യാസ നയം 1968. സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS കീഴിലുള്ള സേവനങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ബി സ്ത്രീകൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി. താഴെ പറയുന്നവയിൽ പ്രതിപാദിക്കുന്നവയിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1 and 2. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ വോട്ടർമാരും ചേർന്ന സംവിധാനമാണ് ഗ്രാമസഭ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243 ഗ്രാമസഭകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? ഓപ്ഷൻ സി 1 and 2. പ്രസ്തുത ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ എത്രാമത്തെ വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി 271. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നിലവിൽ വന്നപ്പോൾ
ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചു? ഓപ്ഷൻ എ 1, 3 വയനാട്, പാലക്കാട്. വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ വിഷയം ഏത്? ഓപ്ഷൻ ബി 3 മാത്രം. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിൽ വരുത്തി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന ബഡ്ജറ്റിൻ്റെ ഏത് അനുബന്ധത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി അനുബന്ധം 4. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ എത്രാം പട്ടികയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി 3ാം പട്ടിക. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ പ്രതിപാദിച്ചിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 2 മാത്രം. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 1995-96 നബാർഡ് ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ പദ്ധതി ഏത്? ഓപ്ഷൻ സി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്, RIDF. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ സി ആർദ്രം. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി കിർത്താഡ്സ്. ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. ശുചിത്വ മലിന സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ മാത്രം. ധനകാര്യം, വികസനം, ക്ഷേമകാര്യം, ആരോഗ്യവും വിദ്യാഭ്യാസവും. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയിൽ വരുന്ന വിഷയങ്ങൾ താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവയെല്ലാം. പട്ടികജാതി പട്ടികവർഗ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷ, പ്രവർത്തനം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി അഗതിരഹിത കേരളം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 40. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിലവിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട വർക്കിംഗ് ഗ്രൂപ്പുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 13.
സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.